ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ അന്ന് വന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞ് നമ്മൾ ക്രോസ് പീസ് വെക്കുന്നത് കറക്റ്റ് ആയിട്ടില്ല, ഭയങ്കര സ്പീഡ് കൂടുതലായിരുന്നു, പെട്ടെന്ന് പോയി മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവാനും ചെയ്യാൻ എളുപ്പത്തിലും ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഒരു കിഡ്സിൻ്റെ ഒരു എ ലൈൻ ഫ്രോക്കാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. അത് ചെറിയത് കിഡ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ ബേബീസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ആ ഒരു ക്രോസ് പീസൊക്കെ വെക്കുന്നത് എങ്ങനെ കറക്റ്റ് ആണെന്നുള്ളതും നമ്മൾ ഫ്രോക്കിലേക്കും ഇതിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ അളവ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം എന്നുള്ള ലെവലിലാണ് എടുക്കുന്നത്. നമ്മൾ ആർക്കും വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ഒരു ബേബി എന്നുള്ള ലെവലിൽ നമ്മളൊരു ചെറിയൊരു നമ്മുടെ ഒരു അളവിനും കാര്യത്തിനും മാത്രം ഞാൻ മെഷർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വലിയവർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റും കാര്യത്തിലും ചെയ്തെടുക്കട്ടോ. പിന്നെ അവിടെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അറ്റാച്ച് ചെയ്യുന്നതാണ് കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ വന്നു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ചെറിയൊരു പീസാണ് കേട്ടോ. നമ്മുടെ ബാക്കിയൊക്കെ വരുന്ന പീസ് ഉണ്ടാവില്ല, നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്റർ. ആദ്യം തന്നെ വലിയ ചുരിദാർ അല്ലെങ്കിൽ വലിയ കുട്ടികൾ അതൊക്കെ തയ്ക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം നമ്മൾ ഈ ചെറിയൊരു നമ്മുടെ ബമ്മക്ക് ബേബീസിനൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ട് ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് താഴത്തേക്കായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ അളവ് ചെയ്യുന്നത്. തുറന്നു എടുക്കുന്ന ആ 4 ഭാഗം കാണുന്നത് നമ്മൾ അളവെടുക്കാത്ത ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് നമ്മൾ 10-10.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 10 ഇഞ്ച് കണക്കാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അവിടെ വരെ വരച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. 10 ഇഞ്ച് മതി നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 10 ഇഞ്ചിൽ ഞാനിതാ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് 10ൽ നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ടോട്ടൽ വീതി എന്ന് പറയുന്നത് 8 വരുന്നത്. അപ്പോൾ 8 വരുന്നതിൽ ഞാൻ 7 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 7 മതി നമുക്ക് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് ഞാൻ അവിടെ വിടുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് എത്രയാണോ ക്ലോത്ത് ഉള്ളത്, നമ്മൾ ചെറിയൊരു പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ ക്ലോത്തുള്ള 1 ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈയും ഇതൊക്കെ എന്നുള്ളതിന് ഫുള്ളായിട്ട് അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. കാരണം 1 ഇഞ്ച് നമ്മൾ ലാസ്റ്റ് എൻഡിലേക്ക് ആവശ്യം വരുന്നുണ്ട്. 1 ഇഞ്ച് ക്ലോത്ത് നമ്മൾ ചെറുതൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഉണ്ടാവില്ല, അപ്പോൾ ഒന്നും സീനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കി 7 നമ്മൾ അവിടെ ഫുള്ളായിട്ടൊന്ന് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ലെങ്ത്ത് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ 3 കൊടുക്കുക, ബാക്കിലൊരു 2 കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബോക്സ് പോലെ ആക്കിയതിന് ശേഷം ചെറിയൊരു ഓവൽ ഒരു റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെരിച്ചുങ്ങാണ്ട് വരച്ചും കൊടുത്തിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിലൊക്കെ വരച്ചിട്ടൊന്ന് നമ്മൾ ആ അളവ് ചെയ്തിട്ടുള്ള ഭാഗമല്ലേ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്കെയിലൊക്കെ വെച്ച് വരച്ചിട്ട് ഈ ബോക്സ് മാതിരി ആക്കിയതിന് ശേഷം നമ്മൾ എന്താക്കാം, നമ്മളൊന്ന് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ചെറുങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളതിന് കഴുത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെയും താഴത്തും നമ്മൾ 2 സൈഡിലും അതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 3 ഇഞ്ചാണ് കേട്ടോ ടോട്ടലായിട്ട് വരുന്ന നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗം 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. 3 ഇഞ്ച് അതേപോലെ തന്നെയാണ് താഴത്തേക്ക് ആം ഹോൾ 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ ആം ഹോൾ മാർക്ക് ചെയ്യുക കേട്ടോ. സ്ലീവിൻ്റെ ആം ഹോളും കൂടി മാർക്ക് ചെയ്തെടുക്കുക. അതും അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ നീട്ടി വരച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് ചെരിച്ചുങ്ങാണ്ട് നമ്മളൊന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ചെരിച്ച് കൊടുക്കാം.
പിന്നെ നമുക്കിതിലേക്ക് ഷേപ്പ് വരയ്ക്കാൻ ആ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഇതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എടുത്തത് 7 എന്നുള്ളതിലാകുമ്പോൾ 6 ഞാൻ 1 ഇഞ്ചിന് മുകളിലായിട്ട് ഷേപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ലൈൻ കുർത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് ബോക്സായിട്ട് വരച്ചതില്ലേ 7 എന്നുള്ള ലെവലിൽ നിന്ന് പുറത്തേക്കായിട്ട് 1 ഇഞ്ച് ഉണ്ടല്ലോ, അതിലേക്കായിട്ട് വേണം നമ്മൾ താഴത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 എന്നുള്ളവിടുന്ന് 1 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്യുകയാണ്. ഷേപ്പ് ചെയ്തിട്ട് പിന്നെ എൻഡിലേക്കായിട്ട് നമ്മൾ ആ 1 ഇഞ്ച് എന്നുള്ള ആ അറ്റത്തേക്കായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ബേബീസിനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ടോയ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന മെഷർമെൻറ്റും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റും കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. അതേപോലെ കുട്ടിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും കസിൻസിനൊക്കെ കസിൻസിന് ബേബീസിനൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ജസ്റ്റ് കട്ട് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ബാക്ക് നെക്ക് ഫ്രണ്ട് ആദ്യം കട്ട് ചെയ്താൽ പിന്നെ ബാക്ക് നെക്കിന് ലെങ്ത്ത് ഓവറായി പോവും. അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് പാർട്ടാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമ്മൾ കൈ വെച്ചിട്ട് നല്ല ലെവലിൽ നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ചെറിയൊരു പീസ് ചെറിയൊരു കഷ്ണം തുണി ആയതുകൊണ്ടാണ് നമ്മൾ കയ്യിലിങ്ങനെ പോരുന്നത്. അല്ലാത്ത സമയത്ത് വലിയ പീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൈ വെച്ച് നല്ല അമർത്തി പിടിച്ച് തുണിയൊന്നും നീങ്ങാത്ത ലെവലിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ അല്ലെങ്കിൽ നമ്മുടെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തെറ്റും. നമ്മൾ വലിയവർക്കൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മക്കളുടെ അല്ലെങ്കിൽ ചെറിയ കുട്ടി ചെയ്യണമെന്ന കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴത്ത് ഒരു ഇഞ്ചിന് മുകളിൽ നമ്മൾ 10 ഇഞ്ചല്ല മാർക്ക് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി വരുന്ന ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ ഒരു നെക്കിൻ്റെ അവിടെ കുറച്ച് കട്ട് ചെയ്യാണ്ട് കേട്ടോ. നെക്കിൻ്റെ അവിടെ അത് നമ്മൾ തുണി മടക്കിയിടുന്ന സമയത്ത് അങ്ങനെയാണ് ജോയിൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് രണ്ട് പാർട്ടാക്കിയിട്ട് നമുക്കിനി ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്യുന്നത് മറ്റേ വീഡിയോയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 ഇഞ്ചിലാണ് പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും 2 ഇഞ്ചിൽ വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്യുന്ന സമയത്ത് ക്രോസ് ആയിട്ട് തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്യണം. സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് വലിച്ചാൽ കിട്ടില്ല. അപ്പം നമ്മൾ കൈക്കൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നതും കൂടി ഇതിൽ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്കിന് സ്ലീവിന് അതേപോലെ തന്നെ അറ്റത്തായിട്ടും നമ്മളൊന്ന് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം. നമ്മളൊരു പൈപ്പിംഗ് മോഡലിലാണ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്കിനൊന്ന് ആദ്യം ക്രോസ് പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ക്രോസ് പീസ് ഇതാണ് നമ്മൾ നോർമലി മടുക്കാതാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ പൈപ്പിംഗ് മോഡലിലാണ് ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒന്നും മടുക്കുന്നൊന്നുമില്ല. നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ, നല്ല വശത്തല്ല. ചീത്ത വശത്ത് ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടിക്കുന്ന തുണി അധികം വലിച്ച് പിടിക്കേണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ അത് ചുളിവ് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു മയത്തിൽ നമ്മുടെ പതുക്കെ നമ്മുടെ ആ ഒരു ക്രോസ് പീസ് ആ റൗണ്ട് ഷേപ്പിലേക്ക് മെല്ലെ വലിച്ചിട്ടിട്ട് അടിച്ചു കൊടുക്കട്ടോ. ക്രോസ് പീസിൻ്റെ തുണി മാത്രമാണ് വലിക്കേണ്ടത്. നമ്മുടെ മറ്റേ അടിക്കുന്ന ക്ലോത്ത് ഒരിക്കലും വലിക്കരുത്. അത് വലിച്ചാലും നമ്മുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും അതേപോലെ തന്നെ വലിവും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഒരു ഫ്രണ്ട് നെക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഭാഗത്തല്ല കേട്ടോ, ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന പീസൊന്ന് കട്ട് ചെയ്യുക.
ബാക്കി വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതും ബേക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ അടിക്കുന്നത്. മടക്കിയിട്ട് അടിക്കുന്നതും അങ്ങനെ തന്നെ ബേക്കിൽ നിന്ന് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു മടക്ക് നമ്മൾ അകത്തേക്കായിട്ട് ഒരു മടക്ക് മടക്കിയതിന് ശേഷം അതേ അളവിൽ തന്നെ വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ചിനോട് കൂടി നമ്മുടെ നെക്കിൻ്റെ ആ സ്റ്റിച്ചിനോട് കൂടി തന്നെ നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇതേ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കട്ടിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താവുക സ്റ്റിച്ച് കുടുങ്ങരുത്. സ്റ്റിച്ച് കുടുങ്ങാതെ ജസ്റ്റ് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത രീതിക്ക് അകത്തേക്കായിട്ട് 2 മടക്കിൽ നല്ല ക്ലിയർ ആയിട്ട് മടക്കി വെച്ചതിന് ശേഷം പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റിച്ചുമ്പോൾ കുടുങ്ങരുത് കേട്ടോ. സ്റ്റിച്ചുമ്പോൾ കുടുങ്ങിയാൽ പിന്നെ ആ നൂലൊക്കെ പൊട്ടിപ്പോവും, 2 വേറെ പണി എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ 2 മടക്ക് അകത്തേക്കായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പണി അവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെയാണ് ഇനി സ്ലീവിലും നമ്മൾ താഴത്ത് പൈപ്പിംഗ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും സൈഡ് ഓപ്പണിൻ്റെ സൈഡിൽ വെക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ആയതുകൊണ്ടാണ് നമ്മൾ 2 ഇഞ്ചിൽ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് ഈ ക്രോസ് പീസ് നമ്മൾ 2 ഇഞ്ചിലൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് തുണി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മടുക്കുമ്പോൾ കുറച്ച് വീതിയിലായിരിക്കും വരിക. അപ്പോൾ 1.5 ഇഞ്ചിലും 1 ഇഞ്ചിലൊക്കെ നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് കിട്ടും. അതായിരിക്കും ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. പക്ഷേ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായാലും 2 ഇഞ്ചിൽ 2.5 ഇഞ്ചിലൊക്കെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു എയിമിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിക്കുന്നത്. പിന്നെ 1 ഇഞ്ചിലും 1.5 ഇഞ്ചിലൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കട്ടെ. നമ്മൾ സൈഡ് ഓപ്പണിൻ്റെ സൈഡിലും എൻഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ആ 1.5 ഇഞ്ചിലൊക്കെ നമുക്ക് മതി ക്രോസ് പീസ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ചുരിദാറൊക്കെ എടുക്കാതെ ഇങ്ങനെ ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ചുരിദാറിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചുരിദാർ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ആം ഹോള് അല്ലെങ്കിൽ സൈഡ് ഓപ്പണിൻ്റെ സൈഡ്, സ്ലീവിൻ്റെ സൈഡ്, സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത്രയും വലിയ ക്ലോത്ത് നമുക്ക് നഷ്ടമാവും. അപ്പോൾ അതിനോണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെറിയ ക്ലോത്തിൽ നമുക്ക് ആദ്യം ഇങ്ങനെ ക്രോസ് പീസ് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നെക്കാണല്ലോ, നെക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരുവിധം ചുരിദാറിൻ്റെ പിന്നെ സ്ലീവിലേക്കൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നെക്ക് നമ്മൾ പഠിച്ച് വെച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. നമുക്ക് ഈ ക്രോസ് പീസ് എവിടെയൊക്കെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഈ ക്രോസ് പീസ് വെച്ച് പഠിച്ചാണെന്നുണ്ടെങ്കിൽ ചെറിയ ഫ്രോക്സ് ഒക്കെ ഉണ്ടാവില്ല, നമ്മളെ മക്കൾക്ക് സ്ലീവ്ലെസ് ആവുന്ന സമയത്ത് ഈ ക്രോസ് പീസ് വെക്കുന്നത് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ നെക്ക് ഇത് കണ്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് പഠിച്ച് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബീസിനെയൊക്കെ ഉടുപ്പൊക്കെ തയ്ക്കാം കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഉടുപ്പ്, ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ഷിമ്മീസ് മാതിരിയൊക്കെയുള്ള ടൈപ്പൊക്കെ നമുക്ക് ഈ ഒരു ബേസിക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് സ്ലീവിലേക്ക് സൈഡ് ഓപ്പണിലേക്കൊക്കെ വന്നാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും ചുരിദാർ എന്നുള്ള ലെവലിലേക്ക് കയറാതെ ഇത്തരത്തിലുള്ള ചെറുതൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് എത്തണമായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ നമ്മുടെ സ്ലീവ്ലെസ്സിലേക്ക് ഈ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ പെൺകുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം മെഷീൻ അധിക വീട്ടിലുകളിലും മൂലക്കലാണ് കാണുന്നത്. കാരണം എല്ലാവരും എപ്പോഴും ഒരു സമയത്തുണ്ടാവും അതിനോടുള്ള ക്രേസ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ വീടിൻ്റെ മൂലക്കൽ തന്നെ ആയിരിക്കും. അപ്പോൾ പെൺകുട്ടികളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ചെറിയ നമ്മളെ ബാക്കി വരുന്ന ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ബാക്കി കൊണ്ട് ഷിമ്മീസ് പോലെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇടാൻ സ്ലീവ്ലെസ് പോലെയുള്ള ഉടുപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം ഇത് മുഴുവനായിട്ട് കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നും എങ്ങനെയാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ മുഴുവനായിട്ട് കാണാം, എന്നാലേ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും ഒരിക്കലും പക്കാ പെർഫെക്റ്റ് ഒന്നുമില്ല കേട്ടോ. ഞാൻ ആർക്കും വേണ്ടി സ്റ്റിച്ച് ചെയ്യലും ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത അളവും മെഷർമെൻറ്റും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ പെൺകുട്ടികളും ഇല്ല. അപ്പോൾ ചെറിയൊരു ഡോളിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ മെഷർമെൻറ്റൊക്കെ ഒരു ഏകദേശം ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ആ ലെവലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ കൈക്കും അതേ സെയിം ഇതിൽ തന്നെ, അതായത് നല്ല വശത്തല്ലാത്ത ഭാഗത്ത്, അതായത് ചീത്ത വശത്താണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് 2 മടക്കിലും മടക്കിയിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട്
ഇതേപോലെ എന്താക്കണം, നന്നായിട്ടൊന്ന് മടിക്കിയതിന് ശേഷം നമ്മൾ അടിച്ചു കൊടുക്കാം കേട്ടോ. അതായത് ചീത്ത വശത്തേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ മടുക്കുന്നത്. ചീത്ത വശത്തേക്ക് തന്നെ മടക്കിയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെയാണ് സ്ലീവിലും നമ്മൾ നെക്കിൻ്റെ അവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ താഴത്ത് വേണമെങ്കിൽ നമുക്ക് താഴത്ത് ഈ ഫ്രോക്കിൻ്റെ ഒക്കെ താഴത്ത് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ, ലൈൻ ഫ്രോക്സിൻ്റെ ഒക്കെ താഴത്തൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ താഴത്തും കൂടി ഞാൻ കൊടുത്തിട്ട് കാണിക്കുകയാണെന്ന് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണിത് നമ്മൾ കഴുത്തിന് ചെയ്ത അതേ പരിപാടി തന്നെയാണ് താഴത്തും സ്ലീവിനും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴത്തും കൂടി ഞാൻ വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. ക്രോസ് പീസ് നമ്മളെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ മറ്റേ വീഡിയോയിലൊന്ന് കണ്ടാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ അവിടെ ഷെയർ ചെയ്യാം. അത് കണ്ടിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ 2 ഇഞ്ചിൽ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ക്രോസ് പീസിൻ്റെ ഭാഗങ്ങൾ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സ്ലീവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു കൂട്ടിയിട്ട് നമ്മൾ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയ ചെറിയ ക്രോസ് പീസുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് അടിച്ചു പോവാം. പക്ഷേ വലിയ ഭാഗം വരുന്ന സമയത്ത് നമ്മുടെ താഴത്തേക്ക് സൈഡ് ഓപ്പണിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഇനി വരാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കുറച്ച് അറ്റാച്ച് ചെയ്യണം. അതായത് ഈ 2 ക്രോസ് പീസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൈക്കും അതേപോലെ തന്നെ നെക്കിൻ്റെ അവിടെ അതായത് കൈയിൻ്റെ ഭാഗത്തും നമ്മൾ നെക്കിൻ്റെ ഭാഗത്തും ക്രോസ് പീസ് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇത് രണ്ടും കൂടി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷേപ്പും കൂടി അടിച്ചാണെന്നുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞ് അതിൻ്റെ ഷേപ്പ് ഫുള്ളായിട്ട് അടിക്കാതെ 1 ഇഞ്ചൊക്കെ ഒന്ന് വിട്ട് അടിച്ചിട്ട് നമ്മൾ ബാക്കി താഴത്തും കൂടി ഒന്ന് ഈ പൈപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എലൈൻ ഫ്രോക്ക് റെഡിയാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്തത് ചെറിയൊരു പീസ് കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കട്ടോ. പിന്നെ നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യണത് ഇങ്ങനെയാണ്. ഈ ഒരു എൽ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്കായിട്ട് നമ്മൾ വെച്ച തുണിയുടെ അറ്റത്തേക്കായിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മറ്റേ വീഡിയോയിൽ പെർഫെക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സ്ലോ ഒക്കെ ആക്കിയിട്ട് കാണാം എങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളതെന്നും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. സ്റ്റിച്ചുമ്പോൾ കൊടുക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ക്രോസ് പീസ് ജോയിൻ ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ. ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നതും തെറ്റിയാലും പ്രശ്നമാണ്, ഇത് വലിഞ്ഞ് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെങ്ങാണ് നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് താഴത്തും കൂടി ഇത് അറ്റാച്ച് ചെയ്യുന്നത് ചീത്ത വശത്ത് വെച്ചിട്ട് തന്നെയാണ്. സിമ്പിളായിട്ട് ചീത്ത വശത്ത് ഈ ഭാഗം, അതായത് നമ്മൾ മടുക്കുന്നില്ല കേട്ടോ. ഈ ക്രോസ് പീസ് ഒരിക്കലും മടുക്കാതാണ് കേട്ടോ പൈപ്പിങ്ങുമായി നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് ഇതേപോലെ നമ്മൾ ഒരു 1/4 ഇഞ്ചിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്രോസ് പീസ് നമ്മുടെ ചീത്ത വശത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചീത്ത വശത്തേക്ക് തന്നെ 2 മടക്കിയതിന് ശേഷം ഒരു പെർഫെക്റ്റായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. അപ്പം ക്രോസ് പീസ് വെച്ചിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇനി നമ്മുടെ മൂലക്കലൊക്കെ എടുക്കുന്ന മെഷീനൊക്കെ എടുത്തിട്ട് ചെറിയ ഫ്രോക്സും അതേപോലെ തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ചുരിദാറിലേക്ക് എത്തട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു എലൈൻ ഫ്രോക്കിൻ്റെ ഒരു മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻറ്റോ ഒന്നും ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിൽ അയക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ കമൻറ്റിൽ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടപ്പോൾ ഈ കമൻറ്റ് പറഞ്ഞതിനെ കൊണ്ടാണ് എനിക്കിത്ര സ്പീഡാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നെങ്കിലും എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ കമൻറ്റ്സ് മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കമൻറ്റ് അയക്കാനൊന്നും മടിക്കണ്ട കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് അയക്കാൻ മറക്കണ്ട. ഒരു ലൈക്കും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം ഇതേപോലെ പിന്നെ നമുക്ക് ചെറിയ ഐറ്റംസ് വെച്ചിട്ട് പഠിക്കട്ടോ ചുരിദാറിലേക്ക്. പിന്നെ ചെറിയ ട്രൗസേഴ്സ്, അതേപോലെ തന്നെ ചെറിയ ബേബീസിൻ്റെ ഫ്രോക്സ്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് വെട്ടുന്നതും സ്ലീവിലേക്കൊക്കെ കടക്കുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിതാ ചെറിയൊരു ബേബീൻ്റെ എയർലൈൻ ഫ്രോക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഫ്രണ്ടിലും നമ്മുടെ നെക്കിൻ്റെ അവിടെ, സ്ലീവിൻ്റെ അവിടെ, അതേപോലെ തന്നെ എൻഡിലും താഴത്തായിട്ടും ഞാൻ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.